നമസ്കാരം. ഞാൻ ഡോക്ടർ നന്ദകിഷോർ ജയവർമ്മ, കൺസൾട്ടന്റ് ഡെന്റൽ സർജൻ, ഭാരത് ഹോസ്പിറ്റൽ, കോട്ടയം. ഇന്ന് നമുക്ക് സർജിക്കൽ റിമൂവൽ ഓഫ് ടൂത്ത്. നിങ്ങൾ പലരും അനുഭവിച്ചിട്ടും എക്സ്പീരിയൻസ് ചെയ്തൊരു അവസ്ഥയായിരിക്കും. പലപ്പോഴും പല്ലുവേദനയായിട്ടൊക്കെ ഡോക്ടേഴ്സിനെ കാണാൻ ചെല്ലുമ്പോൾ അവർ സജസ്റ്റ് ചെയ്യും, ഇത് സർജിക്കലി എടുക്കണം ഈ പല്ല്. അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന പല കേസുകളും നമുക്കുണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ അണപ്പല്ലുകൾക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു പ്രൊസീജിയറാണ് സർജിക്കൽ റിമൂവൽ, അല്ലെങ്കിൽ ഞങ്ങൾ അതിന് ഡിസിംപാക്ഷൻ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ആദ്യമേ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ പൊതുവേ തോന്നുന്ന ഒരു വികാരമാണ്, അയ്യോ സർജറിയാണ്, നമ്മളെ മയക്കി കിടത്തിയിട്ടാണ് എന്നൊക്കെ ആയിരിക്കും പൊതുവെ വരുന്ന ഒരു വിചാരം. അങ്ങനെ ഒരു പേടി ആൾക്കാർ പ്രകടിപ്പിക്കാറുണ്ട്, കൂടുതലായും പേഷ്യൻസ് പ്രകടിപ്പിക്കാറുണ്ട്. ഒന്നും പേടിക്കണ്ട. സർജറി എന്ന് പറയാനിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോണയെ ഒന്ന് കീറിയിട്ട് അതിനുള്ളിൽ നിന്നാണ് പല്ലെടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സർജറി എന്നൊരു ടേമിൽ വിളിക്കുന്നത്. അതെല്ലാം ഇങ്ങനെയുള്ള കേസുകളും നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് നമ്മുടെ ഡെന്റൽ ചെയറിൽ വെച്ചിട്ട് തന്നെയായിരിക്കും. സാധാരണ പല്ലെടുക്കുന്ന പോലെ തന്നെ ആ ഒരു ഏരിയ മരവിപ്പിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് സർജിക്കൽ റിമൂവൽ വേണ്ടി വരുന്നത് നമുക്ക് നോക്കാം. യൂഷ്വലി നമ്മുടെ മൂന്നാമത്തെ അണപ്പല്ലുകൾ, താഴത്തെ നിരയിലെ മുകളിലത്തെ നിരയിലെ മൂന്നാമത്തെ അണപ്പല്ല്, കൂടുതലായിട്ടും ഇങ്ങനെ വേണ്ടി വരുന്നത് താഴത്തെ നിരയിലെ മൂന്നാമത്തെ അണപ്പല്ലുകൾക്ക്, അതായത് വിസ്റ്റം ടൂത്തുകൾക്കാണ് ഏറ്റവും കോമൺ ആയിട്ട് ഇത് കാണുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വായിൽ, നമ്മുടെ ജോയിൽ എല്ലാ പല്ലുകൾക്കും വരാൻ സ്ഥലം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഈ ലാസ്റ്റ് ഏറ്റവും അവസാനമായി വായിലേക്ക് വരുന്ന ഈ പല്ലുകൾ എല്ലിനുള്ളിൽ കുടുങ്ങിപ്പോകും. അത് പല രീതിയിൽ കുടുങ്ങാം. മുഴുവനായിട്ട് എല്ലിനകത്തായി പോകാം, അല്ലെങ്കിൽ കുറച്ച് ഭാഗം വെളിയിൽ വന്നു പക്ഷെ ബാക്കി വരാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുടുങ്ങിപ്പോകാം. അങ്ങനെ പല അവസ്ഥകളിൽ ഇത് വരാൻ സാധിക്കും. ഇതിൽ നമുക്ക് മുഴുവനായിട്ട് വന്നില്ല, ഒരു അല്പം മാത്രം പുറത്തേക്ക് വന്നു, പക്ഷെ ബാക്കി ഇതിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പുറമേ വന്ന ഭാഗത്തിൻ്റെ അവിടെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം വന്ന് ലോഡ് ചെയ്തിട്ട് അവിടെ ഇൻഫെക്ഷനായി പെരികൊറോണൈറ്റിസ് എന്നൊരു അവസ്ഥയിലേക്ക് ഇൻഫെക്ഷൻസ് റെക്കറന്റ് ആയിട്ട് വരും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ അതിനെ എടുത്തു കളയാൻ പറയുന്നത്. അതിനാണ് സർജിക്കൽ റിമൂവൽ വേണ്ടി വരിക. സർജിക്കൽ റിമൂവൽ എന്ന് പറയാൻ കാരണം നമ്മൾ സാധാരണ പല്ലുകൾ എടുക്കുന്നത് പോലെ ഇവയെ പിടിച്ച് നമ്മുടെ ഫോസപ്സ് കൊണ്ട് പിടിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം ഇത് എല്ലിനുള്ളിലാണ് ഇതിന്റെ ബാക്കി പോർഷൻ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആ മോണയെ ഒന്ന് കീറി മാറ്റിയിട്ട് ആ എല്ലിനെ, അതിന്റെ ചുറ്റുമുള്ള എല്ലിനെ ഒന്ന് ട്രിം ചെയ്തിട്ട് ഇതിന്റെ പുറത്തേക്ക് വരാനൊരു ഗ്യാപ്പ് ഉണ്ടാകും. എന്നിട്ട് ഇതിനെ പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ ഈ പല്ലിനെ തന്നെ രണ്ടായിട്ടോ മൂന്നായിട്ടോ സെക്ഷൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. ഇതാണ് സർജിക്കൽ റിമൂവൽ ഓഫ് ടൂത്ത് അല്ലെങ്കിൽ ഡിസിംപാക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ. താങ്ക് യു.